ഹേ ഗൈസ്, അങ്ങനെ രാജാസാബ് സിനിമ കണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, എൻ്റെ പൊന്നു പ്രഭാസണ്ണ, ആ ബാഹുബലിയൊക്കെ ഉണ്ടാക്കിയ ഒരു ഓളം, നിങ്ങളൊരു പാൻ ഇന്ത്യ ലെവൽ സ്റ്റാർ ആക്കിയ ഒരു സിനിമയാണ് ബാഹുബലി. അതിന് ശേഷം നിങ്ങൾ അഭിനയിച്ച സലാർ കുറച്ച് പേർക്കൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് നിങ്ങൾ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടിയാണോ ഇങ്ങനത്തെ ബോംബ് പടങ്ങൾ, അതും വെറുതെ ഒരു ബോംബല്ല, പാൻ ഇന്ത്യ ന്യൂക്ലിയർ ബോംബുകളാണ് നിങ്ങളിപ്പം അയച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അജാതി കാട്ടവരാതം പിടിച്ച സിനിമകളാണ് ഈ അടുത്ത് നിങ്ങൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ബാഹുബലിയൊക്കെ കണ്ട് നിങ്ങളൊരു വലിയ ഫാനായി പോയ ആളാണ് ഞാനൊക്കെ. ആ ഒരു മനുഷ്യൻ ഇങ്ങനത്തെ പടം അഭിനയിക്കുന്നതാണ് ഇപ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം. ഒരുമാതിരി രാജാസാബിലേക്കൊക്കെ വരുമ്പോൾ കോമാളി, അതിൽ കൂടുതലൊന്നും പറയാനില്ല. അജാതി കൂറപ്പടം. നിങ്ങൾ എങ്ങനെയാണ് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് കേട്ടിട്ട് ഇതിനൊക്കെ ഡേറ്റ് കൊടുത്തതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം ഇതിലെന്താണുള്ളത്? ഒരു പുതുമയില്ല, ഒരു പരീക്ഷണ ചിത്രമല്ല, ഒന്നുമല്ല. നിങ്ങൾ എങ്ങനെയാണ് ഇതിനൊക്കെ ഡേറ്റ് കൊടുക്കണേന്ന് എനിക്ക് മനസ്സിലാവണം. 3 മണിക്കൂറുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഇറങ്ങി വരാൻ തോന്നും. അതൊക്കെ 3 മണിക്കൂർ നമ്മൾ കണ്ടിരുന്ന ആൾക്കാർ, അവിടെ ആ ഓഡിയൻസ്, അവരെ ഞാൻ സമ്മതിച്ച്. അത്രയ്ക്ക് കാട്ടവരാതം, ന്യൂക്ലിയർ കാട്ടവരാതം. അതിൽ കൂടുതൽ ഈ പടത്തിനെ കുറിച്ച് എനിക്ക് പറയാനില്ല. സംഭവം സിമ്പിളൊരു സ്റ്റോറിയാണ്. തൻ്റെ സ്വത്തും കാര്യങ്ങളും അന്വേഷിച്ച് പോണ ഒരു നായകനാണെങ്കിൽ നന്മയുടെ നിറകുടം. അങ്ങനെ ആ 3 മണിക്കൂർ കണ്ടു കഴിയുമ്പോൾ എന്തിനാണ് ഈ അപരാധമൊക്കെ പ്രേക്ഷകരെ കാണിക്കണേ, അല്ലെ എന്തിനാണ് ഇത് നമ്മൾ കാണാൻ കയറിയെന്നുള്ള ഒരു അവസ്ഥയിലായി പോയി ഞാൻ ഈ സിനിമ മൊത്തം കണ്ടിറങ്ങിയപ്പം. സത്യം പറയാലോ, ഈ സിനിമയെ കുറിച്ച് കൂടുതലായിട്ടൊന്നും പറയാനൊന്നുമില്ല. നിങ്ങൾ ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾ വിലയിരുത്തി കാണും. ഇതിലെ VFX ആണെങ്കിലും കാര്യങ്ങളാണെങ്കിലും ഇതിൽ ചുമ്മാ ഹൊറർ ജോണറിന് വേണ്ടി ഹൊറർ ഐറ്റം കയറ്റിയ ഒരു ഫീലാണ്. പിന്നെ ട്രെയിലറിൽ കാണിച്ച കുറേ സാധനങ്ങളൊന്നും ഇതിൽ ഞാൻ കണ്ടില്ല. എന്നിരുന്നാലും ട്രെയിലർ കണ്ട് കാട്ടവരാതമാണ് അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയർ ബോംബാന്ന് വിലയിരുത്തിയവരുടെ വിലയിരുത്തൽ ശരിവെക്കുന്ന വിധമായിരുന്നു രാജാസാബ് ഇന്ന് ഞാൻ തിയേറ്ററിൽ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പം നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ ഒന്ന് അഭിപ്രായം കമൻറ്റ്